ഹായ് ചിൽഡ്രൻ, ലേൺ മലയാളം വിത്ത് ലവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ഇഷ്ടത്തോടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ സ്നേഹത്തോടെ പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓണമുറ്റത്തെന്ന പാഠഭാഗത്തെ MCQ ചോദ്യങ്ങളാണ്. ആദ്യം നമുക്ക് കവിയെക്കുറിച്ച് ഒരു പരിചയപ്പെടൽ, അതിനുശേഷം ചോദ്യങ്ങളിലേക്ക്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറിക്കിയ കവിത, എല്ലുറപ്പുള്ള കവിത എന്നീ വിശേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് മാത്രമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇതൊക്കെയാണ്: കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, കുന്നിമണികൾ, വിത്തും കൈക്കോട്ടും, കടൽ കാക്കകൾ, കയ്പവല്ലരി, ഓണപ്പാട്ടുകൾ മുതലായവ. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഇതൊക്കെയാണ്: കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. മഹാബലിയെ വരവേൽക്കാൻ പൂക്കുട നിറച്ചും മഴ നനഞ്ഞും നിൽക്കുന്നത് ആരാണ്? തുമ്പകൾ. തിരികൾ തെറുത്ത് ദീപക്കുറ്റികൾ നാട്ടി മഹാബലിക്ക് വഴി കാണിക്കുന്നത് ആരാണ്? നറുമുക്കുറ്റികൾ. മഹാബലിയെ സ്വീകരിച്ച് മണിമുറ്റത്തിരുത്തുവാൻ വെള്ളിത്താലവുമെടുത്ത് നിൽക്കുന്നത് ആരാണ്? നെയ്യാമ്പലുകൾ. ചങ്ങല വിളക്ക് കൊളുത്തി അല്പം ലജ്ജയോടെ അതിഥിയായ മഹാബലി മന്നനെ എതിരേൽക്കാൻ നിൽക്കുന്നത് ആരാണ്? ഉഷസ്. ഓണമുറ്റത്തെന്ന കവിത വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലുള്ളതാണ്? പറയൂ, ഏത് കവിതാ സമാഹാരത്തിലുള്ളതാണ്? വിട. ആരെ എതിരേൽക്കാനാണ് ആർപ്പ് വിളിക്കാൻ ആവശ്യപ്പെടുന്നത്? ഓണത്തപ്പനെ. കുടിയൊഴിക്കലിന് ലഭിച്ച അവാർഡ് ഏതാണ്? സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും. കവി ഇവിടെ സ്വയം ആരായി കൽപ്പിക്കുന്നു? പുള്ളുവൻ. നർത്തന കലവികൾ കൊള്ളാൻ പാടുന്നത് ആര്? പാടുന്നത് എന്ത്? നാടൻ കവിതകൾ. പുള്ളുവനോടൊപ്പം ഉള്ളത് ആരാണ്? വീണപ്പെണ്ണ്. വീണപ്പെണ്ണെന്ന് കവി പറയുന്നത് ആരെയാണ്? കവിയുടെ കവിതകളെ. പൂത്തറമേൽ പനയോലക്കുട ചൂടിയിരിക്കുന്നത് ആരാണ്? ഓണത്തപ്പൻ. മണിപീഠത്തിലിരുത്തു മന്നനെ. ഇവിടെ സൂചിപ്പിക്കുന്ന മന്നൻ, അതായത് രാജാവ് ആരാണ്? ബലി, അതായത് മഹാബലി. നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തുടുത്തും. ഈ വരികളിൽ പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉഷസ്സിനെ കുറിച്ച്. ഓണക്കാലത്തുണരും ഞാൻ. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞതാര്? കവി. മഴ കൊണ്ടാലും മേടുകൾ തോറും വിറച്ചു നിൽക്കുന്നതാര്? തുമ്പ. വയലേലകൾ തോറും നടുവിൽ പൊൻകിഴി എരിയും വെള്ളിത്താലമെടുത്ത് നിരന്ന് ലസിപ്പൂ. എന്താണ് നിരന്ന് ലസിക്കുന്നത്? നെയ്യാമ്പലുകൾ. മഴ കൊണ്ടാലും മലരിൻ കൂട നിറച്ചു നിൽക്കുന്നത് ആരാണ്? തുമ്പ. ഇന്നെങ്ങും പ്രചാരത്തിലില്ലാത്ത ഒരു ഓണക്കാല വിനോദോപകരണമാണ് എന്ത്? ഓണവില്ല്. പുള്ളുവൻ്റെ അടുത്ത് പാടിയിരിക്കുന്നത് ആര്? വീണപ്പെണ്ണ്. പാട്ടുപാടുന്നതിന് പുള്ളുവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഒന്ന് മുറുക്കാൻ വെറ്റിലയോ കുറിക്കാൻ നെല്ലോ കിട്ടും. ഓണക്കാലത്ത് ഉണരുന്നതാര്? പുള്ളുവൻ. ഓണത്തപ്പൻ പൂത്രമേലിരിക്കുമ്പോൾ പുള്ളുവൻ എവിടെയാണ് ഇരിക്കുന്നത്? വെൺമണലിൽ. പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴിക്കുന്നതെന്താണ്? പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞ പാട്ടാണത്. നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. നല്ല അതിഥി ആരാണ്? മഹാബലി മന്നൻ. കറ്റ മെതിച്ച് കിതയ്ക്കുന്നതാരാണ്? ഗ്രാമപ്പെൺകൊടിമാർ. ഓണക്കാലത്തുണരുന്ന പുള്ളുവൻ്റെ പാട്ടുകൾ എന്താണ്? ഓണപ്പാട്ടുകൾ. ഇവരറിയുന്നീൽ എന്നഭിമാനം. ആരാണ് അറിയാത്തത്? പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ. പുള്ളുവനെ വേഗം അയക്കാൻ നോക്കുന്നത് എങ്ങനെയാണ്? പഴം, അരി, പപ്പടം എന്നിവ നൽകിയിട്ടാണ് പുള്ളുവനെ വേഗം അയക്കാൻ നോക്കുന്നത്. നാടൻ കവിതകൾ പാടിയിരിക്കുന്നത് ആരാണ്? പുള്ളുവനും വീണപ്പെണ്ണും.
ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ആസ്വാദക മനസ്സുകളിൽ വൈലോപ്പിള്ളിക്ക് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത കവിത ഏതാണ്? മാമ്പഴം. വൈലോപ്പിള്ളിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കാവ്യം കുടിയൊഴിക്കൽ. പാവനഭാവം എങ്ങനെ വിഗ്രഹിക്കും? പാവനമായ ഭാവം. മധുരോദാര വികാരം എന്തിനെക്കുറിച്ചുള്ളതാണ്? ഓണത്തെക്കുറിച്ചുള്ളതാണ് മധുരോദാര വികാരം. നിലാവാകുന്ന കമകിൻ പൂവര് തൂകി ഓണത്തപ്പനെ എതിരേൽക്കാൻ നിൽക്കുന്നത് ആരാണ്? രാത്രി. മഹാബലിയെ വരവേൽക്കാൻ കുരവയിടൂ എന്ന് കവി പറയുന്നത് ആരോടെല്ലാം? കൊച്ചരുവികളോടും ചെറുകന്യകളോടും. ആർപ്പ് വിളിക്കൂ എന്ന് കവി ആവശ്യപ്പെടുന്നത് ആരോടെല്ലാമാണ്? അലകടലിനോടും ഉണ്ണികളോടും. വിട എന്ന കവിതാ സമാഹാരം മലയാളത്തിന് സംഭാവന ചെയ്ത കവി ആരാണ്? വൈലോപ്പിള്ളി. കാച്ചിക്കുറിക്ക് കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ രചനകൾക്കാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലനാട്ടിലെ വായുവിൽ ഉള്ളതെന്താണ്? മധുരോദാര വികാരം. തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കഴിയുന്നത് ആരാണ്? നറുമുക്കുറ്റികൾ. നെയ്യാമ്പലുകൾ ചെയ്യുന്നതെന്താണ്? ഉറങ്ങാതെ വയലേലകൾ തോറും വെള്ളിത്താലമെടുത്ത് നിൽക്കുന്നു. നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകിയതാര്? രാവ് രാത്രി. ഈ ചോദ്യം ഞാൻ ആവർത്തിച്ചതാണ്. ആർപ്പ് വിളിക്കേണ്ടത് ആരൊക്കെയാണ്? ഓർമ്മയുണ്ടോ? പറയൂ. ആരൊക്കെയാണ്? അലകടലും ഉണ്ണികളും. കുരവിടേണ്ടത് ആരെല്ലാം? ഓർത്ത് പറയൂ. ചെറുകന്യകളും കൊച്ചരുവികളും. പനി നീരാൽ കാല് കഴുകിക്കേണ്ടതാര്? ഉഷസ്. നാണത്തോട് പരിങ്ങിയൊരുങ്ങിടുന്നത് ആരാണ്? അതും ഉഷസ് തന്നെയാണ്. മന്നനെ എവിടെയാണ് ഇരുത്തേണ്ടത്? മലയാള തറവാട്ടിൻ്റെ അങ്കണത്തിലെ മണിപീഠത്തിൽ ആണ് മന്നനെ ഇരുത്തേണ്ടത്. കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞ് മലർക്കളം എഴുതി കാത്തത് ആരെയാണ്? മഹാബലി മന്നൻ. പഴയ പുള്ളുവൻ ചെയ്യുന്നത് എന്തെല്ലാം? പായും കുടയും നെയ്യും പല കൈവേലകളും ചെയ്യും. പുള്ളുവൻ നാടൻ കവിതകൾ പാടുന്നത് എന്തിനാണ്? കറ്റമെതിച്ച് കിതയ്ക്കുന്ന ഗ്രാമപ്പെൺകുടിമാർക്ക് കരളുകൾ തുള്ളാനും നർത്തന കലവികൾ കൊള്ളാനും വേണ്ടിയാണ്. ഈ പാഠഭാഗത്തിലേതുപോലെ മറ്റ് 6 അധ്യായത്തിലെയും ചോദ്യോത്തരങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ കോൺടാക്റ്റ് ചെയ്യുക.